ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഓരോ നോട്ടത്തിലും ഒരു പുഞ്ചിരി ഒളിപ്പിക്കുക, ഓരോ വാക്കിലും സ്നേഹം നിറയ്ക്കുക, ഓരോ പ്രവൃത്തിയിലും ദയ കാണിക്കുക. കാരണം മനുഷ്യത്വം എന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നാം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. പണവും അധികാരവും പ്രശസ്തിയും നേടുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിലൂടെ മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കഥ ഓർമ്മയുണ്ടോ? ഒരു ഗ്രാമത്തിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു, രാമുവും സോമുവും. രാമു വളരെ പണമുള്ള ഒരാളായിരുന്നു, എന്നാൽ സോമു പാവപ്പെട്ടവനായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു വലിയ ക്ഷാമമുണ്ടായി. രാമു തൻ്റെ കയ്യിലുള്ളതെല്ലാം പൂഴ്ത്തിവെച്ച് ആരെയും സഹായിച്ചില്ല. എന്നാൽ സോമു തൻ്റെ കയ്യിലുണ്ടായിരുന്നത് പാവപ്പെട്ടവർക്ക് പങ്കിട്ടു നൽകി. ക്ഷാമം രൂക്ഷമായപ്പോൾ രാമുവിൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. അവൻ വിശന്നു വലഞ്ഞു. ആരും അവനെ സഹായിച്ചില്ല. എന്നാൽ സോമുവിനെ എല്ലാവരും സഹായിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സ്വാർത്ഥത ആപത്താണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത്. ഇന്ന് ലോകം ഒരുപാട് മാറിയിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും തിരക്കിട്ട ജീവിത ശൈലിയും കാരണം മനുഷ്യബന്ധങ്ങളിൽ അകലം വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഓർക്കുക, മനുഷ്യത്വം എന്നത് കാലാതീതമായ ഒരു മൂല്യമാണ്. അത് എപ്പോഴും പ്രസക്തമാണ്. ഓരോ ചെറിയ പ്രവൃത്തിയിലൂടെയും നമുക്ക് മാറ്റം തുടങ്ങാം. ഒരു പുഞ്ചിരി, ഒരു സഹായം, ഒരു നല്ല വാക്ക്, ഇവയെല്ലാം വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ സാധിക്കും. നമ്മുടെ കുട്ടികളിൽ നമ്മളിൽ നിന്നാണ് പഠിക്കുന്നത്. അവരെ സ്നേഹിക്കാനും ദയ കാണിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പഠിപ്പിക്കുക. ഓർക്കുക, മനുഷ്യത്വം എന്നത് ഒരു കടമയല്ല, അതൊരു അവകാശമാണ്. ഓരോ മനുഷ്യനും അത് അർഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ ലോകത്തെ കൂടുതൽ മനുഷ്യത്വമുള്ള ഒരിടമാക്കി മാറ്റാം. താങ്ക് യു.